സമാപന ശുശ്രൂഷയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാവോ? സമാപന ശുശ്രൂഷയിൽ നമ്മൾ ആശീർവദിച്ച് അയക്കുകയാണ്. ഈശോ തൻ്റെ ശരീരത്വം നമ്മുടെ മസിൽ ഉറപ്പിച്ച് വിടുകയാണ്. എന്തിനാണെന്നറിയാവോ? ചുമ്മാ കുത്തിരിക്കാനല്ല. എമ്മാവൂസിലേക്ക് പോയി ശിഷ്യന്മാര് അവര് പോകുന്ന വഴിക്ക് ഉത്തിതനായ ഈശോ കൂടെ ഉണ്ടായിരുന്നു. ഉത്തിതനായ ഈശോ കൂടെ പോയപ്പോൾ പക്ഷെ അവർക്ക് മനസ്സിലായില്ല അത് ഉത്തിതനായ ഈശോ ആണെന്ന്. പക്ഷെ ഈശോ അപ്പം മുറിച്ച് അവർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇതാ അവര് കണ്ണ് തുറക്കപ്പെട്ടു. അവർ ഉത്തിതനായ യേശുവിനെ തിരിച്ചറിഞ്ഞ് തിരുവചനം പറയുന്നുണ്ട്. അതുപോലെ കുർബാനയുടെ സമയത്ത് നമുക്ക് കർത്താവിൻ്റെ ശരീരം തന്ന് നമ്മുടെ കണ്ണ് തുറപ്പിക്കുകയാണ്. അത് നമ്മൾ വിടുകയാണ്, ആശീർവദിച്ച് വിടുക. പോയിട്ട് നിങ്ങൾ തെരുവീതിയിൽ ചെല്ലുമ്പോൾ അവിടെ അവശത അനുഭവിച്ച് കിടക്കുന്ന വ്യക്തികളെ കാണുമ്പോൾ അവരിൽ ഉത്തിതനായ യേശുവിൻ്റെ മുഖം ദർശിച്ചുകൊണ്ട് അവരെ എടുത്ത് മുറിവുകൾ മരുന്നൊക്കെ വെച്ച് കെട്ടി എടുത്ത് കഴുത പുറത്ത് കയറ്റി സത്രത്തിൽ കൊണ്ടുവന്നാക്കുക. ഇതാണ് ബലിജീവിതം എന്ന് പറഞ്ഞാൽ. അതിനുവേണ്ടി നിങ്ങളെ ആശീർവദിച്ച് അയക്കുന്ന ഭാഗമാണ് ഈ സമാപന ആശീർവാദം. നമ്മുടെ കുർബാനയുടെ ദൈർഘ്യം 24 മണിക്കൂറാണ്. ആദ്യ ഭാഗം പള്ളിയിൽ, ബാക്കിയുള്ള ഭാഗമൊക്കെ ജോലി സ്ഥലത്തും വീട്ടിലൊക്കെ. അത് സഹായിച്ചുകൊണ്ട് സ്നേഹം എന്ന് പറഞ്ഞാൽ ഈശോയുടെ വാക്കുകളിൽ സ്നേഹം എന്ന് പറഞ്ഞ സഹായമാണ്. മറ്റുള്ളവർ സഹായിച്ചുകൊണ്ട്, അവശരെ സഹായിച്ചുകൊണ്ട്, അവശരിൽ യേശുവിനെ കണ്ട് സഹായിച്ചുകൊണ്ട് ജീവിക്കലാണ് കുർബാനയിലെ ബലിജീവിതം.